ഈ മനുഷ്യൻ തന്റെ കൊച്ചുകുട്ടിയുമായി ഒരു കാസിനോയിലേക്ക് വന്നു. പെട്ടെന്ന് അവന്റെ കുട്ടി നിലത്ത് കിടക്കുന്ന ഒരു ചുവന്ന ചിപ്പ് എടുക്കുന്നു. കുട്ടി വെറുതെ കളിക്കുകയാണെന്ന് അച്ഛൻ കരുതി. അതിനാൽ അവൻ അധികം ശ്രദ്ധിച്ചില്ല. പക്ഷേ റൗളറ്റ് വീൽ കറങ്ങിയപ്പോൾ ഫലം ചുവപ്പായി. അച്ഛന്റെ കണ്ണുകൾ അത്ഭുതത്തോടെ വിടർന്നു. ഒരുപക്ഷെ കുട്ടി എന്തെങ്കിലും ഊഹിക്കുന്നുണ്ടെന്ന് അയാൾ സംശയിച്ചു. അങ്ങനെ അവൻ വായിൽ ഒരു ചുവപ്പും കറുത്ത ചിപ്പും വെച്ച കുട്ടിയോട് ചോദിച്ചു, മകനെ, അടുത്ത തവണ ഏത് ചിപ്പ് വിജയിക്കുമെന്ന് പറയൂ. കുട്ടി കറുത്ത ചിപ്പിലേക്ക് വിരൽ ചൂണ്ടി. റൗളറ്റ് വീൽ വീണ്ടും കറങ്ങി. ഇത്തവണ ഫലം കറുത്തതായി വന്നു. ഇപ്പോൾ ആ മനുഷ്യന്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അവൻ ചിന്തിച്ചു, ഒരുപക്ഷെ എന്റെ കുട്ടി ഭാഗ്യവാനായിരിക്കാം. ഒരുപക്ഷെ ഞാനൊരു കോടീശ്വരനാകാൻ പോകുന്നു. എന്നിട്ട് അവൻ അതേ രണ്ട് ചിപ്പുകൾ, ഒരു ചുവപ്പും ഒരു കറുപ്പും, വായിൽ ഒളിപ്പിച്ച കുട്ടിയോട് വീണ്ടും ചോദിച്ചു. ഇത്തവണ കുട്ടി ചുവന്ന ചിപ്പ് തിരഞ്ഞെടുത്തു. ആ മനുഷ്യൻ ആത്മവിശ്വാസത്തോടെ തന്റെ മുഴുവൻ പണവും ചുവന്ന സ്ലോട്ടിലിട്ടു. അപ്പോഴേക്കും ഭാര്യ വിളിച്ചു. പക്ഷെ അവൻ കോൾ വിച്ഛേദിച്ചു. ഇപ്പോൾ അവന്റെ മുഴുവൻ ശ്രദ്ധയും വീലിലായിരുന്നു. ചക്രം കറങ്ങുകയായിരുന്നു. പതുക്കെ അത് നിർത്താൻ തുടങ്ങി. ഒടുവിൽ ചുവന്ന സ്ലോട്ടിൽ പന്തു നിന്നു. ആ മനുഷ്യൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി. അവന്റെ $1 മില്യൺ ഇപ്പോൾ $10 മില്യൺ ആയി. മുഴുവൻ കാസിനോയും കരഘോഷത്തിൽ മുഴങ്ങി. ജീവനക്കാരും മറ്റുള്ളവരും അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ തുടങ്ങി. പക്ഷെ ഡീലർ അല്പം അസ്വസ്ഥനായി കാണപ്പെട്ടു. നിങ്ങൾ വിജയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആ മനുഷ്യൻ ഞെട്ടിപ്പോയി. അയാൾ ഉടനെ ചുവന്ന സ്ലോട്ടിലേക്ക് വിരൽ ചൂണ്ടി. ഞാൻ ചിപ്പ് ഇവിടെ വെച്ചിരുന്നു, പക്ഷെ അവിടെ ഒരു ചിപ്പും ഇല്ലായിരുന്നു. അയാൾ ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു, എന്റെ ചിപ്പ് എവിടെ പോയി? ഡീലർ പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കാം. കാസിനോ തനിക്ക് പണം നൽകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ആ മനുഷ്യൻ ആരോപിച്ചു. തുടർന്ന് ജീവനക്കാർ CCTV ദൃശ്യങ്ങൾ പ്ലേ ചെയ്തു. ഭാര്യ വിളിച്ചപ്പോൾ ആ നിമിഷം തന്നെ അയാൾ തന്റെ ചിപ്പ് കറുത്ത സ്ലോട്ടിൽ അബദ്ധത്തിൽ ഇട്ടതായി വീഡിയോ വ്യക്തമായി കാണിച്ചു. താൻ എന്താണ് ചെയ്തതെന്ന് അയാൾക്ക് പോലും അറിയില്ലായിരുന്നു. എല്ലാം ഒരു നിമിഷം കൊണ്ട് മാറി. കുറച്ചു നിമിഷങ്ങൾക്ക് മുമ്പ് കോടീശ്വരനാകാൻ പോകുന്നയാൾ ഇപ്പോൾ പൂർണ്ണമായും പാപ്പരായി. ഇതുപോലൊന്നും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ?